വാക്കിന് വില കൽപ്പിക്കാത്ത, വിശ്വസിക്കാൻ കൊള്ളരുതാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ മിലിറ്ററിയും അവിടുത്തെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഭരണകൂടവുമാണ്. ഉണ്ടെന്ന് പറയപ്പെടുന്നതെന്ന് ഞാൻ പറയാൻ കാരണം, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഈ മിലിറ്ററിയുടെ മേളിൽ വലിയ സ്വാധീനമൊന്നുമില്ല. ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ സാധാരണ രാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു മിലിറ്ററി കാണും. നേരെ മറിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററിക്ക് സ്വന്തമായ ഒരു രാജ്യമുണ്ട്, അതാണ് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ പോരെങ്കിൽ ഇപ്പോൾ അവിടുത്തെ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ ആസിഫ് മുനീർ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഒരു ഭീകരം പെരുമാറുന്നവർ തന്നെയാണ്. അയാൾ ഭീകരവാദി എന്നറിയപ്പെടുന്നു, അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ അതും അമേരിക്കയുടെ ഇടപെടലിൽ ഈ ഉണ്ടായാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു വെടിനിർത്തൽ, അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുവരെ കരാറൊന്നും ആയിട്ടില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ്. ആ ഇടപെടലിനുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ IMF നിന്ന് ഇവർക്ക് 8656 കോടി ഇന്ത്യൻ രൂപ അതിന്റെ സഹായം കിട്ടുമല്ലോ, ലോൺ കിട്ടും. ആ ലോൺ കിട്ടുന്നത് അനുവദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ബേസ്ഡ് ഓൺ ദിസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ കരാറിന്റെ, അതായത് ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്ത്, അതായത് അതിന്റെ പുറത്താണ് ഈ വാക്കിന്റെ പുറത്താണ് അതുവരെ അനുവദിച്ചത്. ഇതുവരെ കിട്ടിയിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ അമേരിക്ക ഇതിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെന്നാ മനസ്സിലായി. ഇത് വെടിനിർത്തലിന് ഒരു വ്യവസ്ഥയായിട്ട് ഇത് വെച്ച് കാണും. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ടായിരിക്കാം മിക്കവാറും ഇത് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഏതാണ്ട് കാണും അങ്ങനെ ഒരു കരാറ്, അതിനകത്തൊരു അങ്ങനെ ഒരു വാക്ക് കാണും. ഇത് എന്നിട്ട് വെടിനിർത്തൽ കരാറ്, അത് എന്നിട്ട് ഇതിപ്പോ ഇന്ത്യ അങ്ങോട്ട് പോയതല്ല. പാകിസ്ഥാന്റെ DGMO, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, നമ്മുടെ ഇന്ത്യയിലെ DGMOയെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ്. 2 തവണ വിളിച്ചിട്ടാണ് എഗ്രി ചെയ്യുന്നത്. ഇന്ത്യ അവർ പെർസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യയെ ഇങ്ങനെ ഇതൊന്ന് വെടിനിർത്തണം, നമുക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവാം എന്നുള്ള രീതിയിലായത്. അവസാനം 2ാമത്തെ തവണ ഏതായാലും അത് നമ്മുടെ DGMO അത് സമ്മതിച്ചു. അത് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒക്കെ കൂടെ അതിനകത്ത് അതും കാണും, ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടായിരിക്കുമല്ലോ. അങ്ങനെ മിലിറ്ററി സമ്മതിച്ചതാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാറ്. വെടിനിർത്തൽ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കരാറായിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഉള്ളിലുണ്ടല്ലോ യവന്മാർ ഇത് വയലേറ്റ് ചെയ്യുകയാണ്. അതായത് പാകിസ്ഥാൻ പല ഭാഗങ്ങളിലും ഷെല്ലിങ്, അത് മാത്രമല്ല ഡ്രോൺ അറ്റാക്ക് വീണ്ടും അതേപോലെ നടത്തി എന്നുള്ളതാണ്. ഡ്രോൺ അറ്റാക്ക് നടത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇത് ചെയ്തത് അക്നൂർ, രജൌരി, അതുപോലെ തന്നെ പൂഞ്ച് മേഖലകളിലാണ് ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ഇവരങ്ങോട്ട് ഷെല്ലിങ് തുടങ്ങിയത്. അതും തുടങ്ങി, അതിൻ്റെ കൂടെ ഡ്രോൺ അറ്റാക്കുകളും തുടങ്ങി. നമ്മുടെ ഒരു മലയാളി പെൺകുട്ടിയുമായിട്ടുള്ള ഒരു അഭിമുഖം എന്ന് പറയുന്നത് ഓവർ ദ ഫോൺ ഒരു ഏഷ്യാനെറ്റിൽ നിന്ന് ഞാൻ കാണാനിടയായി. അപ്പൊ അത് ഇന്നലെ കണ്ടപ്പോ ചോദിച്ചപ്പോ അത് പറയുന്നത് എന്താണെന്നറിയോ? അതായത് ആ പെൺകുട്ടി ഫാത്തിമ നേഹ അത് പറഞ്ഞത്, അത് ഈ ഷാലിമാർ മേഖലയിലാണ് അതിന്റെ ഹോസ്റ്റലും കോളേജും ഒക്കെ ഉള്ളത്. അവിടെ താമസിക്കുകയാണ്. അതിനോടൊപ്പം വേറെ 7 മലയാളി പെൺകുട്ടികളും ഉണ്ട്. ഏതാണ്ട് അല്ലാതെ കുറെ പെൺകുട്ടികൾ മറ്റ് പല സ്റ്റേറ്റുകളിലെയും പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ അവർ ഭയചകിതയായിട്ടാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. കാരണം അത് പറയുന്നത് ഇത്രയും അടുത്തുള്ള വെടിവെച്ച് അത് കേട്ടിട്ടില്ല, അത്രയും അടുത്തുള്ള വെടിവെച്ചുകളാണ് കാണുന്നത്. അപ്പൊ ഡ്രോൺ വല്ലതും കണ്ടോന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ ഈ ഡ്രോൺ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു എന്ന് അത് പറഞ്ഞു. അപ്പൊ രാത്രി അത് ഏതാണ്ട് ഒരു 9 മണിയോട് കൂടിയാണ് ഈ സംഭവം. അത് കഴിഞ്ഞുടനെ അത് അത്ര വളരെ ഹെവി ആയിട്ടുള്ള ഫയറിങ് നമ്മുടെ BSF പോസ്റ്റിനെതിരെ നടത്തി. പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ പാകിസ്ഥാനി റേഞ്ചേഴ്സാണ് ഈ ഫയറിങ് നടത്തിയത്. അതിൽ നമ്മുടെ ഒരു BSF ജവാൻ അദ്ദേഹം വീരമൃത്യു വരികയും ചെയ്തു. വേറെ ഇത് കൂടാതെ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ കേട്ടോ, അദ്ദേഹം ഇതുപോലെ ഇത് കൊല്ലപ്പെട്ടു. അങ്ങനെ അത് ഇതിനു മുമ്പാണ്, അത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിന് മുമ്പാണ് കൊല്ലപ്പെട്ടു. അതുപോലെ എല്ലാം കൂടി ഈ 4 ദിവസമായിട്ട്
നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവര് കുട്ടികൾ ഉൾപ്പെടെ 25 പേരാണ് കൊല്ലപ്പെട്ടത് കേട്ടോ. അതില് നമ്മുടെ ജവാന്മാര് തന്നെ നമുക്ക് 4 പേരെ നമുക്ക് നഷ്ടപ്പെട്ടു, സൈനിക ഉദ്യോഗസ്ഥർ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ നഷ്ടമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്നലെ ഈ ഒരു വാക്കം പറഞ്ഞിട്ടാണ് യവന്മാര് വീണ്ടും അറ്റാക്ക് ചെയ്തത്. ഗുജറാത്തിലേക്ക് ഡ്രോൺ അയച്ചു, അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഭാഗങ്ങളിലേക്ക്, പഞ്ചാബിലേക്ക്. ഇന്നലെ അവിടെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു ഇന്നലെ ഈ അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, വാക്കിന് വിലയില്ലാത്തവന്മാരാണ്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനി ഇവരെ ഇപ്പോ നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാനെ അല്ല, നമ്മൾ ആക്രമിച്ചേക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെയാണ്, ഭീകരരെയാണ്. അവർക്ക് പാകിസ്ഥാൻ ഭീകരരെ വളർത്തുന്നില്ലെന്ന് അവന്മാർ പറയുന്നെങ്കിൽ അവർക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ആ ഭീകര താവളങ്ങളാണ് 9 എണ്ണം ആക്രമിച്ചത്. എന്റെ അഭിപ്രായത്തിൽ ഈ 9 ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, ആ 21 എണ്ണം അറ്റാക്ക് ചെയ്യണമായിരുന്നു. അറ്റാക്ക് ചെയ്യുന്ന നശിപ്പിക്കണമായിരുന്നു. യവന്മാരൊന്നും ജീവിച്ചിരിക്കണ്ട എന്ന് വിചാരിക്കണമായിരുന്നു. കാരണം നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്താനായിട്ട് യവന്മാരിങ്ങനെ ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന എന്താ? ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, ഇത് വെടിനിർത്തൽക്കാരെ ഞങ്ങൾ ആ അണ്ടർസ്റ്റാൻഡിങ് ലംഘിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമണം നടത്തിയില്ല. അപ്പൊ ഇവിടുത്തെ നമ്മുടെ BSF ജവാൻ വീരമൃത്യു വരിച്ച ആള് സ്വന്തമായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരിക്കും അല്ലേ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരത്തില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് യവന്മാരുടെ വർത്തമാനം. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനി കരാറ് ഉണ്ടായാലും, വെടിനിർത്തൽ കരാറായി കഴിഞ്ഞാൽ പോലും ഇത് അവരെ ലംഘിക്കാതിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? അവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഭരണകൂടത്തിന് അവിടുത്തെ മിലിറ്ററിയുടെ മുകളിലോ മിലിറ്ററിയുടെ മറ്റ് ജനറൽമാരുടെ പേരിലോ അവിടെ മുകളിലോ ഒന്നും യാതൊരു അധികാരവുമില്ല. അധികാരമില്ലെന്ന് പറഞ്ഞാൽ അവന്മാർ കേൾക്കുകയല്ല അവന്മാർ പറയുന്നത്. അതാണ് പ്രശ്നം. കാരണം ആ പാകിസ്ഥാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ പട്ടാള ഭരണമാണ്, അല്ലാതെ ജനാധിപത്യ ഭരണമൊന്നും അല്ല ആ നടക്കുന്നത്. കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ഒന്നും ഉണ്ടെങ്കിൽ പോലും അവിടെ അവർ ഭരിക്കാനൊന്നും യവന്മാര് സമ്മതിക്കത്തില്ല. യവന്മാര് അവന്മാർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഈ ബയലാറ്ററൽ റിലേഷൻഷിപ്പ് രാജ്യങ്ങൾ തമ്മിലുള്ളത് മുഴുവൻ ലംഘിക്കുന്നതും ആ നശിപ്പിക്കുന്നതും ഒക്കെ യവന്മാര് അവിടുത്തെ മിലിറ്ററിയാണ് എപ്പോഴും. കാരണം അത് അവന്മാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അവനെ ഓർക്കാതെ ഇത് വീണ്ടും അങ്ങ് അടിച്ചു ചെയ്തു പോകും. കാരണം അവന്റെ ഈ തോക്കിരിപ്പുണ്ട്, വെടിവെക്കുക, ഇതാ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷെല്ലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഈ എത്ര പേരെയാണ് നമ്മുടെ നിരപരാധികളുടെ വീടുകളൊക്കെ യവന്മാരെ തകർത്തേക്കുന്നത്. ധാരാളം വീടുകളൊക്കെ തകർത്തു, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തകർത്തു, ഒത്തിരി നമുക്ക് വാഹനങ്ങൾ നമ്മുടെ പോയി. അതൊക്കെയാണ് ഉണ്ടായത്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി ഇതൊക്കെ പോയെന്ന് പറഞ്ഞാൽ എന്താ അറിയൂ, ഇതൊക്കെ ഈ മുകളിൽ വരുമ്പോൾ ഇത് അടിച്ച് താഴെ ഇട്ടാൽ പോലും അത് വെയിറ്റൊക്കെ ഉള്ള സാധനമാണ്, കുഴപ്പം വരും. അത് ആ രീതിയിലാണ് യവന്മാർ ഈ ഡ്രോണും ഒക്കെ അയച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. എനിക്കിപ്പോഴും വിശ്വാസമില്ല യവന്മാര് ഈ പറയുന്ന ഈ പറയുന്ന വാക്കുകളൊക്കെ പാലിക്കും എന്ന് ഉള്ള വിശ്വാസമില്ല. പക്ഷേ ഇന്ത്യയുടെ ശക്തമായ ഒരു തീരുമാനം ഇന്ത്യ പറഞ്ഞു. അതായത് ഇങ്ങനെ കരാർ, അതായത് വെടിനിർത്തൽ ലംഘനം വെടിനിർത്തൽ അതായത് കരാർ നിലവിൽ ഉണ്ടായാൽ പോലും ഈ നമ്മുടെ ഇൻഡസ് റിവർ അതിന്റെ ആ എഗ്രിമെന്റ് ഉണ്ടല്ലോ, അത് പാലിക്കത്തില്ല. ഇന്ത്യ ഇനി അതിൽ പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും യുവന്മാർക്ക് അത് വെള്ളം കൊടുക്കുകയോ നമ്മൾ വെള്ളം തുറന്നുവിടാതിരിക്കുകയോ വെള്ളം അടയ്ക്കുകയോ ചെയ്യുന്നൊന്നും യവന്മാരറിയേണ്ട കാര്യമില്ല. അത് നമ്മുടെ മാത്രം കാര്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. അപ്പോൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുന്നതിൽ യാതൊരു മാറ്റമില്ല, അത് ഇതുപോലെ തന്നെ തുടരും എന്നാണ് നമ്മുടെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് വേണം താനും. ഇനി അത് മാത്രമല്ല, എന്റെ അഭിപ്രായം യവന്മാരെ ഇനി ഇതുപോലെ അറ്റാക്ക് ചെയ്ത അപ്പൊ ഇന്ത്യ യഥാർത്ഥത്തിൽ യവന്മാരെ പോലുള്ള വിവരക്കേട് കാണിക്കാൻ നമ്മുടെ രാജ്യത്തിന് ഒക്കത്തില്ല, നമ്മുടെ ഭരണാധികാരികൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും വലിയ പ്രകോപനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞെങ്കിലും യഥാർത്ഥം മിലിറ്ററിയുടെ അടുത്ത് പറഞ്ഞു, തിരിച്ചടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങോട്ടെ അടിക്കുന്ന അനുസരിച്ച് അങ്ങോട്ട് അടിച്ചോളാൻ പറഞ്ഞു. അവരടിക്കാതിരിക്കത്തൊന്നുമില്ല, അടിച്ചു കാണും. അതാണ് അത്. ഇനി ഇന്നലെ രാത്രി പാകിസ്ഥാനിലെ നമ്മൾ എന്തെങ്കിലും സ്ഫോടനങ്ങൾ നടത്തിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാത്രമൊന്നും അല്ല. അവിടെ ബലൂജി ആർമി ആവണ്ടല്ലോ, BLA ബലൂജ് ലിബറേഷൻ ആർമി, അവര് യഥാർത്ഥ ഇവന്മാരുമായിട്ട് യുദ്ധം ചെയ്തോളും.
അതുപോലെ തന്നെ പഷ്തൂൺ എന്ന് പറയുന്ന വിഭാഗം അവരും ചെയ്യും. അപ്പൊ അത് ഈ പഞ്ചാബ് പ്രവിശ്യ, അത് പാകിസ്ഥാന്റെ ഹൃദയമാണ് ആ സ്ഥലം, അതും പോക്കാണ് മിക്കവാറും ബലൂചിസ്ഥാൻ അതിൽ നിന്ന് അത് അവർ ലിബറേറ്റ് ചെയ്ത് അവർ വാങ്ങിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ യവന്മാർക്ക് സമയം ഇനി കിട്ടത്തില്ല നമ്മളെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള സമയം മിക്കവാറും കാണുള്ളൂ. അതാണ്. അപ്പൊ ഇന്ത്യ സംയമനം പാലിച്ചെന്ന് പറഞ്ഞാൽ അന്തസ്സാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പാകിസ്ഥാനുള്ള വിലയല്ലല്ലോ ഇന്ത്യക്കുള്ളത്. അപ്പൊ ഇന്ത്യ ഇതേപോലുള്ള ഒരു കാര്യം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തിന് ട്രംപ് പറഞ്ഞാൽ എന്തിന് കേൾക്കണം എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതല്ല കാര്യം. കാരണം ഇവരൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് വരുമെന്നുടനെ ഔട്ട്റൈറ്റ് ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് അതുപോലെയാണ് അന്താരാഷ്ട്ര സമൂഹമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതിന്. പക്ഷെ നമ്മൾ സമ്മതിച്ചതേ ഉള്ളൂ. സമ്മതിച്ചെങ്കിലും ഈ വ്യവസ്ഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മറ്റേതൊന്നും വേറെ പണിയൊന്നും നടക്കത്തില്ല. ജലകരാറിലൊന്നും യാതൊരു അതിൽ നിന്ന് പിന്മാറുന്നതിൽ ഒരു നമ്മൾ ഇടപെടാത്ത അത് ഒന്നും ചെയ്തില്ല. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല നമുക്ക് എന്നുള്ള രീതിയാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഈ അവരെ അറിയിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പം ഇന്ന് ഡാം തുറന്നിട്ടുണ്ട്. സലാൽ അണക്കെട്ടിന്റെ എല്ലാ സ്ലൂയിസ് വാൽവുകളും അങ്ങ് തുറന്നിട്ടുണ്ട് കേട്ടോ. അത് മിക്കവാറും ഇവന്മാർക്ക് മിണ്ടാനും പറ്റത്തില്ല. കാരണം അവന്മാര് വെടിവെച്ച് നിലയം ഒരാളെ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ കൊന്നതല്ലേ. അതേപോലെ തന്നെ അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ഈ നടപടികളൊന്നും കൊണ്ട് അവന്മാർ ഒതുങ്ങുന്നില്ല. അത് ഒരു കാര്യം. പക്ഷേ അവന്മാർ ഒതുങ്ങുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കാല് പിടിച്ചു വന്ന് ഇവിടുത്തെ DGMOയൊക്കെ വിളിച്ചത് എന്താ കാര്യം എന്നറിയാമോ? അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഇന്നലെ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യ വലിയ സൈനിക താവളങ്ങൾ തന്നെ അവരുടെ തകർത്തിട്ടുണ്ട്. അതാ കാര്യം. അങ്ങനെ പോയാൽ അവന്മാര് എങ്ങും അല്ലാതാവും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ കാല് പിടിച്ച് അവരെ പ്രീണിപ്പിച്ച്, അതേപോലെ തന്നെ സൗദി അറേബ്യ ഇവരുടെയൊക്കെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഇതുപോലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത്. പക്ഷേ അതും അവർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഇനിയെങ്കിലും ഇനി പോലും ഞാൻ വിശ്വസിക്കുന്നില്ല യവന്മാര് ഈ വാക്ക് പാലിക്കുമെന്ന്. കാരണം അവിടുത്തെ മിലിറ്ററിയും ഗവൺമെന്റും തമ്മിൽ, ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. ഓൾ ഇൻ ആൾ എന്ന് പറയുന്നത് മിലിറ്ററിയാണ്. ആ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്നവനോ അതേപോലെ വിവരം കെട്ടവനുമാണ്. അത് കാരണം അത് ഒന്നും നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.